ഹേ ഗൈസ്, അപ്പോൾ സ്കൂളൊക്കെ തുറന്ന് കാണുമല്ലേ. എല്ലാ അമ്മമാരും രാവിലെ ധൃതിക്കിട്ടുള്ള പണികളുടെ പുറകെ ആയിരിക്കും. പെട്ടെന്നൊരു തട്ടിക്കുട്ടി ഞണ്ടറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാനും കാണിച്ചു തരാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഇതിൻ്റെ അകത്തോട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ചട്ടി നന്നായി ചൂടായിട്ട് കഴിയുമ്പോൾ പലരെയും മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ പൊടികളെല്ലാം കൂടെ, ഇത് മുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് വെച്ചെടുക്കാൻ പോവുകയാണ്. ഞണ്ട്, സവാള, തക്കാളി, തോട്ടുപുളി, പച്ചമുളക് എല്ലാം കൂടെ ഒരുമിച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ഇട്ട് കൊടുക്കാം. വെച്ച് വേവിച്ചതിന് ശേഷം ഒഴിച്ച് വേവിക്കണം. ഒത്തി ഇട്ടെടുത്ത് കഴിയുമ്പോഴത്തേക്കും കറി ഈസി കൊണ്ട് വരാം. തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാം. ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതെല്ലാം പച്ചയ്ക്ക് എടുക്കുക. ഇനി ഇത് മൂടി വെച്ച് വേവിക്കും. വെള്ളം ഒഴിച്ച് വേപ്പിലയിട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് വേവിക്കും. വെന്ത് കഴിയുമ്പോഴത്തേക്കും കറി റെഡി. ഇനി ഇത് വെന്തതിന് ശേഷം കാണാം. മൂടി വെക്കാൻ പോകാം. കൂട്ട ഞണ്ട് കറി ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഞാൻ തീ കൂട്ടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ഞണ്ട് കറി വെന്തിട്ടുണ്ട് കേട്ടോ. തിളച്ചിട്ടുണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വഴറ്റണം. വെരി ഈസി. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചേർക്കാനോ പിടിക്കാനോ ഒന്നും പോകണ്ട. പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഇതെടുക്കത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ജോലിയെല്ലാം ചെയ്ത് തരണം.